ഇനി നമ്മൾ ശബരിമലയിലേക്കാണ്. ശബരിമല സന്നിധാനത്തെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാനായി NDRF ചുമതലയേറ്റു. സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ തിരക്ക് ഇതിനോടകം തന്നെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പുലർച്ചെ മുതൽ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ സാധിച്ചു. ഇന്നലെ ദർശനം നടത്താനാകാതെ തിരിച്ചുപോയ കൊല്ലം സ്വദേശികൾക്ക് ഇന്ന് ദർശനം നടത്താൻ സാധിക്കുകയും ചെയ്തു. സന്നിധാനത്ത് നിന്ന് സരീഷ് പി ഉണ്ട്. സരീഷ്, ഇന്നലെ ഈ സമയം നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയായിരുന്നു സന്നിധാനം. എന്താണെങ്കിലും 24 മണിക്കൂറിനിപ്പുറം അതിനിടയ്ക്ക് തന്നെ കാര്യങ്ങളെ നിയന്ത്രണത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ വരുതിയിലാക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ്. NDRFും കാര്യങ്ങൾ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സന്നിധാനത്തെ കാര്യങ്ങൾ ഈ മണിക്കൂറിലുള്ളത്? ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. 1 മണിക്ക് തന്നെ നട അടച്ചു. പക്ഷേ ഇപ്പോഴും ഭക്തജനങ്ങളെ അല്ലെങ്കിൽ സ്വാമിമാരെ കയറ്റി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നട അടച്ച ശേഷവും ഇവരെ കയറ്റി വിടുന്നത്. ഈ 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തും താഴെ അയ്യപ്പന്മാരെ ക്യൂ നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. പകരം ഇവരെ ഘട്ടം ഘട്ടമായി കയറ്റി വിടുന്നു. അതിനുശേഷം ഇവർക്ക് തന്നെ മാളികപ്പുറത്ത് ദർശനം നടത്തി താഴെ സിവിൽ ദർശനിലേക്ക് വരികയും അവിടെ നിന്നും തിരിച്ച് വീണ്ടും അവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം, അതായത് ഫ്ലൈ ഓവറിലെ മറ്റൊരു വഴിയിലൂടെ 2 ക്യൂ ഇവർക്ക് വേണ്ടി മാത്രമായി ഒതുക്കി വെക്കുകയും വീണ്ടും അവർക്ക് ദർശന സൗകര്യം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ 1 മണി മുതൽ ഇപ്പോഴും കയറ്റിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്കാണ് വീണ്ടും നട തുറക്കുന്നത്. അതുവരെ ഈ ആളുകളെ കയറ്റും. വീണ്ടും ദർശനം നടത്താനുള്ള സൗകര്യം, അതായത് 3 മണിക്ക് ശേഷം നട തുറന്നാൽ വീണ്ടും ദർശന സൗകര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആളുകളെ കയറ്റിവിട്ടുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അത് നിലയ്ക്കലിൽ തന്നെയാണ്. നിലവിൽ പമ്പയിലെ ബുക്കിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സ്പോട്ട് ബുക്കിംഗ് ഇനി പമ്പയിൽ ഉണ്ടാകില്ല. ഏതെങ്കിലും രീതിയിൽ കൊച്ചിയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ അല്ലെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്നോ ഒക്കെ ആളുകൾ കയറി വരുന്നുണ്ടെങ്കിൽ അത് KSRTC ബസ്സിൽ നിന്നും KSRTC കണ്ടക്ടർ തന്നെ ഈ കാര്യം ഉറപ്പാക്കും. അതായത് സ്പോട്ട് ബുക്കിംഗ് ഇല്ല അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാത്തവരെയാണെങ്കിൽ അവരെ നിലയ്ക്കലിൽ ഇറക്കുകയും ആ നിലയ്ക്കലിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗ് എടുത്ത ശേഷം മാത്രം പമ്പയിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ADGP തന്നെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില നിയന്ത്രണങ്ങൾ ഇന്നലെ നിയന്ത്രണങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഉണ്ടായിരുന്നു. 15 മണിക്കൂറും 18 മണിക്കൂറും ഒക്കെ ആളുകൾ ക്യൂ നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുന്നു. ഏതാണ്ട് 6 മുതൽ 8 മണിക്കൂറിനുള്ളിൽ തന്നെ പമ്പയിൽ നിന്ന് പുറപ്പെട്ട് 6 മുതൽ 8 മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം നടത്താകുന്ന സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഘട്ടം ഘട്ടമായി, അതായത് പമ്പയിൽ നിന്നും കയറ്റിവിട്ട് മരക്കൂട്ടത്ത് ആദ്യം തടയുന്നു. അതിനുശേഷം ഓരോ ബാച്ചായി ആളുകളെ അല്ലെങ്കിൽ ഭക്തരെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്ന സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോഴും 18ാം പടിക്ക് താഴെ ആഴിക്ക് സമീപമായി ആളുകൾ ക്യൂ നിൽക്കുന്നത് കാണാം. അവരെ എല്ലാവരെയും തന്നെ ഇങ്ങോട്ടേക്ക് കയറ്റിവിട്ടുന്നുണ്ട്. ഇടയ്ക്ക് മഴ പെയ്യുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. അതിപ്പോൾ മഴ മാറിയിട്ടുണ്ട്. ചിലർ ഈ ക്യൂവിൽ പെടാതെ മാറി നിൽക്കുന്നത് ഈ ദർശനം, അതായത് ഈ നട തുറന്നാൽ മാത്രം കയറാം എന്ന രീതിയിലാണ് ചിലർ മാറി നിൽക്കുന്നത്. മറ്റെല്ലാവരും തന്നെ താഴെ നിന്നും കയറ്റി വിടുന്നതിനനുസരിച്ച് കയറി വരികയും ദർശനം പൂർത്തിയാക്കാൻ അടുത്ത വീണ്ടും സിവിൽ ദർശനിലേക്ക് മാറുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാം സുഗമമായി നടക്കുന്നു. അതിന് ആക്കം കൂട്ടുന്നതാണ് NDRFിന്റെ സേവനം കൂടി. നിലവിൽ 30 പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 40 പേരുടെ ഒരു സംഘം കൂടി ചെന്നൈയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അവർ കൂടി നാളെ എത്തുന്നതോടെ കൂടുതൽ സൗകര്യങ്ങൾ ഒപ്പം തന്നെ കൂടുതൽ ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.